യുഎഇയിലുടനീളമുള്ള എല്ലാ പള്ളികളിലും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യുഎഇ പ്രസിഡന്റ്. വരുന്ന ശനിയാഴ്ച 2024 ഡിസംബർ 7 രാവിലെ 11 മണിക്കാണ് യുഎഇയിലുള്ള എല്ലാ പള്ളികളിലും മഴയ്ക്കായുള്ള പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടത്താൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വിനിമയ നിരക്ക് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ഇന്ത്യൻ രൂപയുടെ മൂല്യം തകർന്ന് ഒരു ദർഹത്തിന് 23.05 എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. യുഎഇയിലെ ഇന്നത്തെ സ്വർണ്ണവില നോക്കുകയാണെങ്കിൽ 22 കാരറ്റ് സ്വർണം 1 ഗ്രാമിന് 295 ദർഹം 75 ഫിൽസും 24 കാരറ്റിന് 1 ഗ്രാം 319 ദർഹം 50 ഫിൽസുമാണ്. കോഴിക്കോട് നിന്നും അബുദാബിയിലേക്കും അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുമുള്ള ഇൻഡിഗോ വിമാനങ്ങളുടെ സർവീസ് ഈ മാസം 20 മുതൽ എല്ലാ ദിവസവും ഉണ്ടാകുമെന്ന് ഇൻഡിഗോ വക്താക്കൾ അറിയിച്ചിരിക്കുകയാണ്. രാത്രി 9:50 കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് 12:30 യുഎഇ സമയം അബുദാബി എയർപോർട്ടിലെത്തും. പുലർച്ചെ 1:30 മണിക്ക് അബുദാബി എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാവിലെ 6:45 കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് വിമാനത്തിന്റെ സമയക്രമീകരണം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സർവീസ് ഡിസംബർ 20 മുതൽ ജനുവരി 15 വരെയാണ്. അതിനുശേഷം ആളുകൾ കൂടുതലായി വരികയാണെങ്കിൽ ഈ സർവീസ് തുടരുമെന്നും ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നു. ദേശീയ ദിനാഘോഷങ്ങൾ ഇന്നും രാജ്യത്തുടനീളം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 18ഓളം ഇടങ്ങളിലാണ് ഫയർ വർക്ക്സ് നടന്നത്. ഇന്നും ദുബായിലെയും അബുദാബിയിലെയും ചില പ്രധാന കേന്ദ്രങ്ങളിൽ ഫയർ വർക്ക്സ് നടക്കുന്നു. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഇന്ന് രാത്രി 9 മണിക്ക് വെടിക്കെട്ടുണ്ടാകും. അതുപോലെ അൽ സീഫിലും രാത്രി 9 മണിക്ക് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിലും അൽമറിയ ഐലൻഡിലും രാത്രി 9 മണിക്ക് ഫയർ വർക്ക്സ് നടക്കുന്നു. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ അനുവദിച്ചിരുന്ന ഫ്രീ പാർക്കിംഗ് ഇന്ന് അവസാനിക്കുകയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ദുബായിലും ഷാർജയിലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, ദുബായിലാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഫ്രീ പാർക്കിംഗ് ആയിരുന്നു, ഞായറാഴ്ച ഉൾപ്പെടെ. ഷാർജയിലും പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ബ്ലൂ സൈൻ ബോർഡുള്ള ഏരിയകൾ ഒഴിച്ചുള്ള ഭാഗങ്ങളിൽ ഡിസംബർ 2, ഡിസംബർ 3 തീയതികളിൽ ഫ്രീ പാർക്കിംഗ് ആയിരുന്നു. അത് ഇന്നുകൂടിയേ ഉള്ളൂ. നാളെ മുതൽ എല്ലായിടങ്ങളിലും പഴയതുപോലെ തന്നെ പാർക്കിംഗ് ഫീസ് ഇടണമെന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർക്കുക. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ചിലയിടങ്ങളിൽ ട്രക്കുകൾക്കും ഹെവി വാഹനങ്ങൾക്കും അബുദാബിയിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പ്രവേശനത്തിന്. അത് ഇന്നുകൂടി തുടരുകയാണ്. അബുദാബിയിലെയും അലൈൻ സയ്യിദ് സിറ്റിയിലെയും മെയിൻ സിറ്റീസിലേക്കാണ് ട്രക്കുകൾക്കും ഹെവി വെഹിക്കിൾസിനും ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രവേശനം നിയന്ത്രിച്ചിരുന്നത്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2024 ഡിസംബർ 3 ചൊവ്വാഴ്ച.